ഇന്ത്യ പാക് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് BCCI IPL നിർത്തിവെച്ചത്. മെയ് 8-ന് ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ മത്സരം ആരംഭിച്ചതിനു ശേഷം പിന്നീട് ഉപേക്ഷിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം IPL പൂർണ്ണമായും നിർത്തിവെക്കുകയാണെന്ന് BCCI സ്ഥിരീകരിച്ചു. ഇതുവരെ 57 മത്സരങ്ങളാണ് IPL-ൽ പൂർത്തിയായത്. 58ാമത്തെ മത്സരമാണ് പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. ഇനി പ്ലേ ഓഫ് മത്സരങ്ങളും ഫൈനലും അടക്കം 16 മത്സരങ്ങളാണ് IPL-ൽ നടക്കാനുള്ളത്. IPL എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഇതുവരെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ താരങ്ങളെ വെച്ച് ഒരു 11-അംഗ ടീമിനെ തിരഞ്ഞെടുത്താൽ ആരൊക്കെ ആ ടീമിലുണ്ടാകുമെന്ന് നോക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ഇതുവരെയുള്ള ഫ്ലോപ്പ് 11-ൽ ഓപ്പണർമാരായി ഡൽഹി താരം ജെയ്ക്ക് ഫ്രൈസർ മക്കർക്കും ഹൈദരാബാദ് താരം ഇഷൻ കിഷനുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഡൽഹിക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് മക്കർക്ക്. 2024 സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് 36.67 ശരാശരിയിലും 234.04 സ്ട്രൈക്ക് റേറ്റിലും ബാറ്റ് വീശി 330 റൺസ് എടുത്ത താരം ഇത്തവണ അമ്പേ പരാജയമായി. 6 മത്സരങ്ങളിൽ നിന്ന് 55 റൺസ് മാത്രമാണ് ഈ സീസണിലെ മക്കർക്കിന്റെ സമ്പാദ്യം. ശരാശരി 9-ലും താഴെയാണ്. മക്കർക്കിന്റെ സഹ ഓപ്പണറായി സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ഇഷാൻ കിഷൻ എത്തും. സാധാരണ ഓപ്പണറായി കളിക്കാറുള്ള താരം ഇത്തവണ ഓപ്പണിംഗ് റോളിലല്ല IPL-ൽ കളിച്ചത്. സീസണിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തി. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 196 റൺസ് മാത്രമാണ് ഇഷാൻ കിഷന്റെ സമ്പാദ്യം. IPL-ലെ ഫ്ലോപ്പ് 11-ൽ മധ്യനിര ബാറ്റർമാരായി വെങ്കിടേഷ് അയ്യർ, ഋഷഭ് പന്ത്, നിതീഷ് റെഡ്ഡി, ഗ്ലെൻ മാക്സ്വെൽ, ഷിംറോൺ ഹെറ്റ്മേർ എന്നിവരാണ് ഇടം പിടിക്കുന്നത്. 23.75 കോടി രൂപ നൽകി കൊൽക്കത്ത ടീമിലെത്തിച്ച വെങ്കിടേഷ് അയ്യർ ഈ സീസണിൽ ദുരന്തമായി മാറി. 11 മത്സരങ്ങളിൽ കളിച്ച വെങ്കിടേഷ് അയ്യർ 7 തവണയാണ് ബാറ്റുമായി ക്രീസിലെത്തിയത്. ആകെ നേടിയതാകട്ടെ 142 റൺസും. ഋഷഭ് പന്തിന്റെ കാര്യമെടുത്താൽ ഒരു സീസണിലെ ഏറ്റവും മൂല്യമേറിയ താരവും ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന താരവും ഒരാളായി മാറുക എന്ന അപൂർവ സാധ്യതയാണ് സംഭവിച്ചിരിക്കുന്നത്. 27 കോടി രൂപ നൽകി ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായി എത്തിച്ച പന്ത് ടീമിന്റെ തീരുമാനത്തെ പോലും പരിഹാസ്യമാക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സീസണിൽ ഋഷഭ് പന്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 100-ലും താഴെയാണ്. ആകെ 128 റൺസ് മാത്രമാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്ത് നേടിയിരിക്കുന്നത്. ഫ്ലോപ്പ് 11-ന്റെ നായക സ്ഥാനത്തും ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്താം. സൺറൈസേഴ്സ് താരം നിതീഷ് കുമാർ റെഡ്ഡി 9 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 173 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. പഞ്ചാബിലെ ഓസീസ് സീനിയർ താരം ഗ്ലെൻ മാക്സ്വെല്ലിന്റെ കാര്യം അതിലും കഷ്ടമാണ്. 6 തവണ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ മാക്സ്വെൽ ആകെ നേടിയത് 48 റൺസാണ്. രാജസ്ഥാൻ റോയൽസ് താരം ഷിംറോൺ ഹെറ്റ്മേർ 200-ലധികം റൺസ് സ്കോർ ചെയ്തെങ്കിലും ടീമിനായി ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഫിനിഷിംഗിൽ രാജസ്ഥാൻ നേരിടുന്ന പ്രശ്നത്തിന് കാരണം ഹെറ്റ്മേർ പലപ്പോഴും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നതാണ്. IPL-ൽ പ്രതീക്ഷക്കൊത്ത് ഉയരാതിരുന്ന താരങ്ങളുടെ 11-ൽ ബോളർമാരായി റാഷിദ് ഖാൻ, രവി ബിഷ്ണോയ്, മോഹിത് ശർമ്മ, മുഹമ്മദ് ഷമി എന്നിവരെ തിരഞ്ഞെടുക്കാം. IPL-ലെ എക്കാലത്തെയും മികച്ച ബോളർമാരുടെ പട്ടികയെടുത്താൽ റാഷിദ് ഖാന്റെ പേര് ആ ലിസ്റ്റിലുണ്ടാകും. ഒരു കാലത്ത് IPL-ൽ റാഷിദ് ഖാന്റെ ഇക്കണോമി റേറ്റ് 5-നും 7-നും ഇടയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 സീസണുകളിലായി ഇതിൽ മാറ്റം വരുന്നുണ്ട്. 2023-ൽ റാഷിദ് ഖാന്റെ ഇക്കണോമി റേറ്റ് 8-ന് മുകളിൽ പോയെങ്കിലും 27 വിക്കറ്റുകൾ എടുത്ത് താരം അതിനെ മറികടന്നു. എന്നാൽ ഈ സീസണിൽ താരത്തിന്റെ ഇക്കണോമി 9-ന് മുകളിലാണ്. ആകെ നേടിയതാകട്ടെ 8 വിക്കറ്റുകളും. ലക്നൗ താരമായ രവി ബിഷ്ണോയ് സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകളാണ് നേടിയത്. ഫ്ലോപ്പ് 11-ൽ താരം ഉൾപ്പെടാൻ കാരണം റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല എന്നതാണ്. 10.42 താരത്തിന്റെ ഇക്കണോമി റേറ്റ്. ഡൽഹി ബോളറായ മോഹിത് ശർമ്മ സീസണിൽ 7 മത്സരങ്ങൾ കളിച്ച് ആകെ നേടിയത് 2 വിക്കറ്റുകളാണ്. മാത്രമല്ല താരത്തിന്റെ ഇക്കണോമി റേറ്റ് 10-ന് മുകളിലാണ്. ഈ സീസണിൽ തിളങ്ങാൻ കഴിയാതിരുന്ന മറ്റൊരു ബോളർ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സീനിയർ താരം മുഹമ്മദ് ഷമിയാണ്. പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ഷമി മുൻകാല പ്രകടനങ്ങളുടെ നിഴലിൽ ഒതുങ്ങുന്നതാണ് കണ്ടത്. 9 മത്സരങ്ങളിൽ നിന്ന് 11.23 ഇക്കണോമി റേറ്റിൽ 6 വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. ഇതിൽ കൂടുതൽ താരങ്ങൾ ഈ സീസണിൽ IPL-ൽ മോശം പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ 11 പേരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ ടീം തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കൂടുതൽ താരങ്ങൾ മോശം പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ.